PC ജോർജിനും ഷോണിനും മറുപടിയുമായി എത്തിയ ദീപിക ദിനപത്രത്തിന്റെ വാർത്തയാണ്. FCRയെ കുറിച്ച് മിണ്ടിപ്പോകരുതെന്ന ഭീഷണിക്ക് വഴങ്ങില്ലെന്ന് ദീപിക. ഏത് രാഷ്ട്രീയ അവസരവാദി മുണ്ടുമടക്കി കുത്തി വന്നാലും നിലപാടിൽ മാറ്റമില്ലെന്നും ദീപിക മുഖപ്രസംഗം. വിവരങ്ങളുമായി ഇപ്പോൾ കോട്ടയത്ത് നിന്നും സനോജ് സുരേൻ കൂടി ചേരുകയാണ്. സനോജ്, ഇന്നലെയായിരുന്നു PC ജോർജ് ദീപിക പത്രത്തിനെതിരെ വളരെ വലിയ തരത്തിലുള്ള മുറവിളി ഉയർത്തിയത്. ഇപ്പോൾ അതിനെതിരെ വളരെ ശക്തമായ ഭാഷയിൽ ദീപികയും തന്റെ എഡിറ്റോറിയൽ പേജിൽ വിമർശിച്ചിരിക്കുകയാണ്, മറുപടി നൽകിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും സിന്ധൂരി, PC ജോർജിന്റെ അതിരൂക്ഷമായ വിമർശനം ഇന്നലെയാണ് ഉണ്ടായത്. തെരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗ് നടപടികൾ പൂർത്തിയാക്കിയതിന് പിന്നാലെയാണ് ജോർജ് സഭാ മേലധ്യക്ഷന്മാർക്കെതിരെയും ദീപിക ദിനപത്രത്തിനെതിരെയും അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചത്. പാലായിലെ LDF സ്ഥാനാർത്ഥിയും ജോർജിന്റെ മകൻ കൂടിയായിട്ടുള്ള ഷോൺ ജോർജും ദീപികയ്ക്കെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് ഇന്നലെ ഉന്നയിച്ചത്. ഇതിന് പിന്നാലെയാണ് ഇന്ന് ദീപികയുടെ മുഖപ്രസംഗത്തിൽ രൂക്ഷമായ ഭാഷയിൽ തിരിച്ചുള്ള മറുപടി ഉണ്ടായിട്ടുള്ളത്. PC ജോർജിന്റെയും ഷോൺ ജോർജിന്റെയും പേരെടുത്ത് പരാമർശിക്കാതെയാണ് ഇത്തരത്തിൽ മറുപടി വന്നിട്ടുള്ളത്. ഏത് രാഷ്ട്രീയ അവസരവാദിയും മുണ്ടുമടക്കി കുത്തി വന്നാലും നിലപാടിൽ മാറ്റമില്ലെന്നാണ് ദീപിക മുഖപ്രസംഗം പറയുന്നത്. മിണ്ടിപ്പോകരുതെന്ന ഭീഷണിക്ക് വഴങ്ങില്ല, ഇനിയും പറയേണ്ടി വരുമെന്നും ദീപിക ഓർമ്മപ്പെടുത്തുകയാണ്. കേരളത്തിലെ കപലച്ചട്ടമ്പിമാർ അധികാരമുണ്ട്, പക്ഷേ രാഷ്ട്രീയ ദുഷിപ്പുകാർ ഈ അധികാരം തട്ടിപ്പറിക്കരുതെന്നും ദീപിക ഓർമ്മപ്പെടുത്തുന്നുണ്ട്. FCRയെ കുറിച്ച് മിണ്ടിപ്പോകരുതെന്നാണ് ഭീഷണി എങ്കിൽ ആ ഭീഷണിക്ക് വഴങ്ങുകയില്ല എന്നും ദീപിക വ്യക്തമാക്കുന്നുണ്ട്. ഇന്നത്തെ ലോകത്തിൽ യുദ്ധസമാനമായ സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ആ സാഹചര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ദീപികയുടെ എഡിറ്റോറിയൽ തുടങ്ങുന്നത് തന്നെ. അതിനകത്ത് ലോകത്തിൽ എന്തും ചെയ്യാനുള്ള സൈനിക ശേഷി അമേരിക്കയ്ക്കുണ്ട്. അതുകൊണ്ട് യുദ്ധകാര്യങ്ങളിൽ കത്തോലിക്ക സഭ അമേരിക്കയുടെ പക്ഷം പിടിക്കുന്നതാണ് നല്ലത്. ഈ കഴിഞ്ഞ ജനുവരിയിൽ അമേരിക്കയിലെ അന്നത്തെ ഉത്തരവാദിത്തപ്പെട്ട ആള് സ്ഥാനപതിയോട് ഇങ്ങനെ ഒരു നിർദ്ദേശം പുറപ്പെടുവിച്ചുവെങ്കിലും അമേരിക്കക്കെതിരെയുള്ള നിലപാട് അല്ലെങ്കിൽ യുദ്ധത്തിനെതിരെയുള്ള നിലപാടിൽ സഭയ്ക്ക് യാതൊരു മാറ്റവും ഉണ്ടായില്ല. വിശുദ്ധ വാരത്തിൽ കൂടുതൽ മൂർച്ചയോടുകൂടി മാർപ്പാപ്പ യുദ്ധത്തിനെതിരെ ആഞ്ഞടിക്കുന്ന സമീപനമാണ് ഉണ്ടായത്. യുദ്ധമൊരു ഫാഷനായി മാറിയിരിക്കുകയാണ്. ഇതിനെ ന്യായീകരിക്കാൻ മതത്തെ ഉപയോഗിക്കരുത്. യുദ്ധക്കുതിയന്മാരുടെ പ്രാർത്ഥന ദൈവം കേൾക്കില്ലെന്ന് മാത്രമല്ല, നിങ്ങളുടെ കൈകൾ രക്തം പുരണ്ടതാണെന്നും അവർ പറയുക തന്നെ ചെയ്യുമെന്നും അന്നത്തെ പ്രസംഗത്തിൽ മാർപ്പാപ്പ വ്യക്തമാക്കുന്നുണ്ട്. അങ്ങനെ അമേരിക്കയുടെ ഭീഷണിക്ക് പോലും പഴങ്ങാതെ ശക്തമായ നിലപാടാണ് സഭ എടുത്തിട്ടുള്ളത്. സഭയുടെ പല രാഷ്ട്രീയ കാര്യങ്ങളും പരിശോധിച്ചാൽ അങ്ങനെ കാണാൻ കഴിയും. അതിനെ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് PC ജോർജിനും ഷോൺ ജോർജിനുമെതിരെ പരോക്ഷമായ മറുപടി ദീപിക നൽകിയിട്ടുള്ളത്. സിന്ധൂരി, അതെ, വ്യക്തമാണ്. സനോജ് പറഞ്ഞതുപോലെ തന്നെ PC ജോർജിന്റെ ആരോപണങ്ങൾക്ക് വളരെ കൃത്യമായ ശക്തമായ മറുപടിയാണ് ദീപിക ദിനപത്രം എന്ന എഡിറ്റോറിയൽ പേജിലൂടെ നൽകിയിരിക്കുന്നത്. ഇത്തരത്തിലുള്ള മുറവിളിയൊന്നും ഇങ്ങോട്ടേക്ക് വേണ്ട, വളരെ കൃത്യമായ നിലപാട് സഭയ്ക്കുണ്ട് എന്നാണ് ദീപിക ദിനപത്രം പറഞ്ഞു വെച്ചത്. FCRA ബില്ലിനെ കുറിച്ച് മിണ്ടാതിരിക്കൂ എന്ന് പറഞ്ഞാൽ അതൊരിക്കലും അംഗീകരിക്കാനാവില്ല എന്നും ദീപിക ദിനപത്രം PC ജോർജിന് നൽകിയ മറുപടിയിൽ വ്യക്തമാക്കുന്നു.